നമസ്കാരം. ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. 10th പ്രിലിംസിലെ സ്റ്റേജ് 3ലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. 15 അധികം 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 3 മൈനസ് 10 കണക്കാക്കുക. ബോട്ട് മാസ് ആണ്. നിങ്ങൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ അകത്ത് വേണം ആദ്യം ചെയ്യാൻ. അതായത് ഇത് നിങ്ങൾ ഫസ്റ്റ് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. 15 അതേപടി നമ്മൾ എഴുതി വെച്ച് പ്ലസ് ഈ 33/11 നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 33/11 അത് ഡിവിഷൻ തന്നെ. 33/11 കൊണ്ട് ഡിവൈഡ് നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇൻറ്റു 33/11 3 ആണല്ലോ. 12/3 എത്ര? 4 കിട്ടും. മൈനസ് 10. ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനാണ് പിന്നീട് ചെയ്യേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേജ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 15 പ്ലസ് 3 ഇൻറ്റു 4 12. 12ൽ നിന്ന് ഇനി അടുത്ത 10 കളയണം. മൈനസ് 10. 15ഉം 12ഉം കൂടെ ആഡ് ചെയ്യും. 27. 27ൽ നിന്ന് 10 തൊട്ടെ 17. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 33/11 3, 12/3 4. 3 12. 12ൽ നിന്ന് 2, 2ഉം 15 കൂടെ ആഡ് ചെയ്യുമ്പോൾ 17. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 36 സ്ക്വയർ ബൈ 6 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 36 സ്ക്വയറിനെ നമുക്ക് 36 ഇൻറ്റു 36 എന്ന് എഴുതാം. ബൈ 6 സ്ക്വയറിനെ നമുക്ക് 6 ഇൻറ്റു 6 എന്ന് എഴുതാം. ഇനി ഒന്ന് കട്ട് ചെയ്തു ഇവിടെ. 6 ഇൻറ്റു 6 36. 36 കൂടെ കട്ട്. അപ്പോൾ അവശേഷിക്കുന്നത് ആര്? 36. അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. റൂട്ട് 0.444 എക്സെട്ര ഇതിൻ്റെ വാല്യൂ ആണ്. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ റൂട്ട് വെറും റൂട്ട് വേണ്ട. 0.444 എക്സെട്ര എന്ന് പറഞ്ഞാൽ 4/9 ആണ്. 4നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 0.333 എക്സെട്ര എന്ന് പറഞ്ഞാൽ 3/9 ആണ്. 0.555 എക്സെട്ര എന്ന് പറഞ്ഞാൽ 5/9 ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 0.444 എക്സെട്ര എന്ന് പറഞ്ഞാൽ 4/9 ആണ്. 4/9. അപ്പോൾ 4/9ൻ്റെ റൂട്ട് 4ൻ്റെ റൂട്ട് എടുക്കണം 2, 9ൻ്റെ റൂട്ട് എടുക്കണം 3, 2/3. ഓക്കെ, ഇനി 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ 2 ഡിവൈഡ് ബൈ 3 പോയിൻറ്റ് 0 6 18 2 0 6 18 2 0 6 18 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതായത് 0.666 എക്സെട്ര. അങ്ങനെ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 1.5ൻ്റെ സ്ക്വയർ ഇൻറ്റു 0.2ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും ഇങ്ങനൊരു സംഭവം ഉണ്ട്. എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ AB ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എന്നാണ് യഥാർത്ഥത്തിൽ A⁻n ഇൻറ്റു B⁻n എന്ന് പറഞ്ഞാൽ AB ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. n. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇവിടെ 2 കോമൺ പവർ ആണെങ്കിൽ നിങ്ങൾ ഒറ്റ പവർ ആക്കാം. അപ്പോൾ 1.5 ഇൻറ്റു 0.2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 15 ഇൻറ്റു 2 ചെയ്യാം. 1.5 ഇൻറ്റു 0.2 ആണല്ലോ ചെയ്യേണ്ടത്. 15 ഇൻറ്റു 2 ചെയ്യാം. 15 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷം ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, അങ്ങനെ മൊത്തത്തിൽ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 0.3 എന്ന് വരും. 1.5ഉം 0.2 കൂടെ മൾട്ടിപ്ലൈ ആയപ്പോൾ 0.3. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ആയപ്പോൾ 0.3 എന്ന് വരും ദ ഹോൾ സ്ക്വയർ. 0.3 എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു 0.3 എന്നാ. 3 ഇൻറ്റു 3 എത്ര? 9. ഡെസിമലിന് ശേഷം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം. 1 മാറി, ഇനി മാറാൻ ആളില്ല. അപ്പോൾ 0 കൊടുത്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ 0.09 എന്ന് ഉത്തരം വരും. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? 15 ഇൻറ്റു 2 30. 2 സ്ഥാനം മാറ്റി 0.3. 0.3യുടെ സ്ക്വയർ 0.09. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ സ്പീഡ് തന്നേക്കുക 52 km/h 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്?
ടൈം തന്നിട്ടുണ്ട് 6 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള റിസൾട്ട് എന്തുവാ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര? 52. ടൈം എത്ര? 6. മൾട്ടിപ്ലൈ ചെയ്തോ. 6 2 12, 1 6 5 30, 1 31, 312 കിലോമീറ്റർ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് 0 1 1 2 3 5 8 എക്സെട്ര. ശ്രദ്ധിച്ചേക്ക്, ഈ 0 ഒന്നുകൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ 1 കിട്ടും. 1 ഒന്നുകൂടെ കൂട്ടിയാൽ 2 കിട്ടും. 1 2 കൂടെ കൂട്ടിയാൽ 3 കിട്ടും. 3 2 കൂടെ കൂട്ടിയാൽ 5 കിട്ടും. 5 3 കൂടെ കൂട്ടിയാൽ 8 കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 2 കൂടെ കൂട്ടി വെക്കുന്നത് ഇത്. അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടുന്നത് അടുത്തത്. അപ്പോൾ 5 8 കൂടെ കൂട്ട് 13 കിട്ടും ഉത്തരം. അടുത്തത് 13, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? അപ്പോൾ 1200ൻ്റെ 12% അയാൾക്ക് ലാഭം വേണം. അപ്പോൾ അതുകൂടെ ചേർത്തങ്ങ് വിറ്റ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ 1200ൻ്റെ 12% ഒന്ന് കണ്ടുപിടി. 2 0 2 0 ഇവിടെ കട്ട് ചെയ്ത് പോയി. 12 × 12 144. ഇത്രയും രൂപ അയാൾക്ക് ലാഭം വേണം. അപ്പോൾ 1200 രൂപ അയാൾ മുടക്കിയിട്ടിരിക്കുക, അയാൾക്ക് ഇത്രയും രൂപ ലാഭം വേണം. അതുകൂടെ ചേർത്തങ്ങ് വിറ്റാൽ പോരെ. ഇപ്പോൾ എത്ര കിട്ടും? 4 4 3 1. 1344 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി, 1344. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 2 മൈനസ് 8 മൈനസ് 16 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇപ്പോൾ ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷൻ ഇതിനെ നമുക്ക് ഒറ്റ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ ആദ്യം ഇത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ആണ്. 2 × 2 4, 4 + 1. എന്നിട്ട് ഇതുകൂടെ കൂട്ടണം. ഇത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ആണ്, ഇത് കൂട്ടണം. ഈ 2 4 1 5 ബൈ താഴെ ആരുണ്ട്? 2 ഉണ്ട്. -1/8 -1/16. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതിൻ്റെ ഈ 2ൻ്റെ 8ൻ്റെയൊക്കെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 16. അപ്പോൾ ഈ 2നെ 8നെ നിങ്ങളങ്ങ് 16 ആക്കിയാൽ മതി. അപ്പോൾ ഛേദമെല്ലാം സെയിം ആയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഛേദം സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് 8 2 16 വരത്തില്ലേ. ഇവിടെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴെ ചെയ്യുമ്പോൾ മുകളിലും ചെയ്യണം കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 8 × 5 40 ഡിവൈഡ് ബൈ n 2 16 മൈനസ് 1 2 2 ബൈ n 2 16 മൈനസ് 1/16. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഛേദം സെയിമായി. അങ്ങനെയാണെങ്കിൽ ഛേദം സെയിം ആയെങ്കിൽ ഒറ്റ ഛേദം അങ്ങോട്ട് എഴുതാം 16. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിച്ചപ്പം 40 - 2 - 1. ഇതിൻ്റെ എല്ലാ ഛേദം സെയിമായ ഒറ്റ ഛേദം എഴുതിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. 40 ൽ 2 പോയാൽ 38, 38 ൽ 1 പോയാൽ 37. അപ്പോൾ 37/16. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി 37/16. ഓക്കെ, ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഉണ്ട്, അവരുടെ ശരാശരിയുണ്ട്. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. എപ്പോഴും എണ്ണവും ശരാശരിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ആ ക്ലാസ്സിലെ 35 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 35 × 11 ചെയ്താൽ മതി. 35 × 11 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 385 കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ മൊത്തം 35 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് ഇപ്പോൾ 385 ആണ്. ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ 35 എന്നുള്ളത് 36 ആയി. അപ്പോൾ ശരാശരി 12 ആയി. 11 എന്നുള്ളത് 12 ആയി. അപ്പോൾ 36 × 12 അടി. 36 × 12. 6 2 12, 1 3 2 6 1 7, 1 6 1 3 3, 2 7 6 13, 4. അപ്പം 432 ആയി. അപ്പോൾ ടീച്ചർ ഇല്ലാതെ കുട്ടികളുടെ ടോട്ടൽ വയസ്സ് 385. ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 432 ആയി ടോട്ടൽ. അപ്പോൾ ഇവ നമ്മളുടെ വ്യത്യാസമല്ലേ ടീച്ചറിൻ്റെ വയസ്സ്. അപ്പോൾ 385 ഇതിനകത്ത് മൈനസ് ചെയ്താൽ മതി. 7 5 12, 8 4 12, 47. ഓപ്ഷൻ സി 47. ഓക്കെ, ആദ്യത്തെ 5 അടുത്ത ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളാണ്. ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ ആരാ? 1 3 5 7 9. ഇതിൻ്റെ ലസാഗു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ ഇതിനകത്ത് ഈവൻ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും ഈവൻ നമ്പർ ഒന്നും ഇതിൻ്റെ ലസാഗു ആവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ.
അപ്പോൾ 300 ആവത്തില്ല. പിന്നെ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ മൾട്ടിപ്പിൾ ആവുമല്ലോ. അപ്പോൾ ഈ 9 3 എന്തായാലും വരത്തില്ല. അപ്പം ഓപ്ഷൻ ഡി തന്നെയായിരിക്കും 315. ഓക്കെ, 0 വരണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് 2ൻ്റെയും 5ൻ്റെയൊക്കെ മൾട്ടിപ്പിളുകൾ ഉണ്ടാവണം. 5 ഉണ്ട്, പക്ഷെ 2ൻ്റെ ഇല്ലാത്തതുകൊണ്ട് 0-ൽ അവസാനിക്കത്തേ ഇല്ല LCM. അപ്പോൾ 315. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോ, ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലെസ്സാഗ് കാണുക. 1 3 5 7 9. നിങ്ങൾക്ക് ഇതിൻ്റെ ലെസ്സാഗ് കണ്ടെത്തണം. ഏതെങ്കിലും 2 എണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3നെ 9നെ നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ പറ്റത്തില്ല, താഴോട്ട് വെച്ച് 1 5 7 3. ഇനി പറ്റത്തില്ല, അപ്പോൾ വട്ടം കിടക്കുന്ന മൾട്ടിപ്പിൾ ചെയ്യണം. 3 ഇൻറ്റു 1 എടുക്കുന്നില്ല, 5 ഇൻറ്റു 7 ഇൻറ്റു 3. 3 9 9 7 63. 63 ഇൻറ്റു 5 5 15 ഇഷ്ടം 1 6 30 31 315. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള എന്നതിനെ കേരള ഇതിനെ നമുക്ക് JFQBKA അല്ല KB അങ്ങനെ എഴുതാമെങ്കിൽ ഒഡീഷയെ എങ്ങനെ എഴുതാമെന്നാ ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. കെ എത്രാമത്തെ ലെറ്ററാ? 11ാമത്തെ ലെറ്ററാ. A1 B2 C3 അങ്ങനെ നോക്കുമ്പോൾ K 11ാമത്തെ ലെറ്ററാ. ജെയോ 10ാമത്തെ ലെറ്റർ. അപ്പോൾ 11 10ആയി, 1 കുറച്ച് വെച്ചേക്കും അവർ. ഈ 5ാമത്തെ ലെറ്ററാ. F എത്രാമത്തെ ലെറ്ററാ? 6. അവരെന്ത് ചെയ്ത് വെച്ചേക്കാം? 1 കൂട്ടി വെച്ചേക്കും. 6 18ാമത്തെ ലെറ്റർ. അതെന്തോ 18ാമത്തെ ലെറ്റർ? A1 B2 C3 അപ്പോൾ 6 18. Q 17. 1 കുറച്ച് വെച്ചേക്കുക. A 1ാമത്തെ ലെറ്റർ, B 2ാമത്തെ ലെറ്റർ. 1 കൂട്ടി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ച് 1 കൂട്ടി അങ്ങനെ പോവാം. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തോ. O 15ാമത്തെ ലെറ്ററാണ്. ആദ്യം നിങ്ങൾ ഇവിടെ എന്തോ സംഭവിച്ചേക്കുന്നത്? 1 കുറച്ച്. അപ്പോൾ ഇവിടെ 1 കുറയട്ടെ. 15 1 കുറച്ചാൽ 14. 14ാമത്തെ ലെറ്റർ N. എന്നിൽ തുടങ്ങുന്ന ഓപ്ഷൻ 2 എണ്ണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിൽ തുടങ്ങുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. ഇപ്പോൾ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. NEH കുറേ അതാ. നിങ്ങളിപ്പോൾ ലാസ്റ്റും കൂടെ നിന്ന് ചെക്ക് ചെയ്താൽ പോരെ. അവസാനത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പം A അതിൽ നിന്ന് അത് നിങ്ങൾ നോക്കണമെങ്കിൽ ഇവിടെ 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ച് 1 കൂട്ടി ഇങ്ങനെ പോകണം. അപ്പോൾ എക്ക് 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ച് 1 കൂട്ടി എക്ക് അതൊന്ന് 1 കൂട്ടട്ടെ, B കിട്ടും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നമ്പർ B. അപ്പോൾ ഓപ്ഷൻ എ ക്ലിയർ അല്ലേ? സെക്കൻഡ് ലെറ്റർ ഇതും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ, ചുമ്മാ നോക്കാം. H 8 ആണ്. 8ൽ നിന്ന് 1 കുറച്ച 7. 7ാമത്തെ ലെറ്റർ GB അവസാനിക്കും. ഓക്കെ, മതി. അപ്പോൾ ഓപ്ഷൻ എ ഉത്തരം. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 50 കുട്ടികൾ മൊത്തമുണ്ട്. അതിൽ അനുവിൻ്റെ റാങ്ക് 20ാമതാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണി വരാൻ നേരത്ത് അനു 20ാമതാണ്. അപ്പോൾ അനുവിന് താഴെ എത്ര പേര് കാണണം? അപ്പം മൊത്തം 50 പേരുണ്ട്. അനു 20ാമത്തെ ആളാണ്. അപ്പോൾ അനുവിന് താഴോട്ട് എത്ര പേര് കാണും? 30 പേര് കാണത്തില്ലേ? അനു 20ാമത്തെ ആളാണ്. അപ്പോൾ അനുവിന് താഴോട്ട് 30 പേര് കാണും. നല്ല 50 ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനു എത്രാമതാണ്? ഈ 30 പേരെ എണ്ണിയിട്ടല്ലേ ഇനി നമുക്ക് അനുവിനെ എണ്ണാൻ പറ്റൂ. അപ്പോൾ 31 വരും. ശരിയല്ലേ? 31. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എല്ലാം. 5:126. അങ്ങനെയാണെങ്കിൽ 9 എത്രയാണ്? 5 126. അങ്ങനെയാണെങ്കിൽ 9. ഈ 5ൻ്റെ ക്യൂബ് നിങ്ങൾക്കറിയാമോ? 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. ആ 125നോടൊപ്പം 1 കൂട്ടി വെച്ചേക്കും അവർ യഥാർത്ഥത്തിൽ 126. അപ്പോൾ നമുക്ക് 9ൻ്റെ ക്യൂബ് ഒന്ന് എടുക്കാം. 9ൻ്റെ ക്യൂബ് 9 9 9 81 729. അതിനോടൊപ്പം 1 കൂട്ട് 730. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് കറപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ ക്യൂബിനോടൊപ്പം 1 കൂട്ടിയതാ ഇത്. ഇപ്പോൾ ഇയാളുടെ ക്യൂബിനോടൊപ്പം 1 കൂട്ട്. 9ൻ്റെ ക്യൂബ് 729. അതിനോടൊപ്പം 1 കൂട്ട് 730. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. 146 156 176 196. ഇത് ചോദ്യകർത്താവ് എന്ത് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകിൽ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിനൊരു പൊതു സ്വഭാവം കാണുകയും 4ാമത്തേന് അത് ഇല്ലാതായിരിക്കുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്
ഇതിനകത്ത് 156 ഒരു 4ൻ്റെ മൾട്ടിപ്പിളാണ്, 176 ഒരു 4ൻ്റെ മൾട്ടിപ്പിളാണ്, 196 ഒരു 4ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ 146 ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ഇയാൾ ഇതിനകത്ത് ഒരു സ്ക്വയർ നമ്പർ ഇട്ടിട്ടുണ്ട്, ഇത് 3 സ്ക്വയർ നമ്പർ അല്ല. അപ്പം 196 ചിലപ്പോൾ ഉത്തരം ആയേക്കാം. ഓക്കെ, കാരണം ഒറ്റയാൻ്റെ കൺസെപ്റ്റ് 3 എണ്ണത്തിന് ഒരു പൊതു സ്വഭാവം വേണം. അപ്പോൾ ഈ 3 എണ്ണത്തിനൊരു പൊതു സ്വഭാവം ഉണ്ട്, അതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിളുകളാണ്, ഇതിനല്ല. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഈ 156 എന്ന് പറയുന്നത് 12 × 13. 12 × 13, 12 12 154, 12 156. 176 എന്ന് പറയുന്നത് 11 × 16. 196 എന്ന് പറയുന്നത് 14 × 14. പക്ഷെ 146 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചായിട്ടാണ്, ഇതെല്ലാം പതി, അതായത് 11നും 19നും ഇടയ്ക്കുള്ള സംഖ്യകളുണ്ടല്ലോ, 11നും 20നും ഇടയ്ക്കുള്ള 2 സംഖ്യകളുടെ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഈ 3 എണ്ണത്തിന് എഴുതാൻ പറ്റും. 12 × 13, 11 × 16, 14 × 14. പക്ഷേ 146 അത് സാധ്യമല്ല. 146 നമുക്ക് ആകെപ്പാടെ എഴുതാൻ പറ്റുന്ന 2 × 73 എന്ന് മാത്രമാണ്. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ 11 ആ 11 സംതിങ്ങിൻ്റെ 2 എണ്ണത്തിൻ്റെ പ്രോഡക്റ്റായിട്ട് എപ്പോഴും ഈ 3 എണ്ണത്തിന് എഴുതാൻ പറ്റും. അതൊരു പൊതു സ്വഭാവമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോഴും 156 ഒറ്റയാനായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തൽക്കാലം ഓപ്ഷൻ എ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ചോദ്യകർത്താവ് ഇനി ഒരു സ്ക്വയർ ഇട്ടിട്ട് ബാക്കിയെല്ലാം സ്ക്വയർ അല്ല, അതുകൊണ്ട് അത് ഉത്തരവാവട്ടെ എന്ന് തീരുമാനിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ += അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സംഭവം എന്താണെന്നാ ചോദ്യം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ശരിയാക്കി എടുത്താലോ. 5 പ്ലസ്, അപ്പോൾ പ്ലസ്സിന് എന്തോ അവർ പറഞ്ഞേക്കുന്നതെന്ന് നോക്കണം. += മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. 6 ഡിവിഷൻ എന്തോ അവർ പറഞ്ഞേക്കുന്നതെന്ന് നോക്കണം. ഡിവിഷൻ അവരെന്തോ പറഞ്ഞേക്കുന്നത്, ഡിവിഷനെ അവർ വിളിച്ചേക്കുന്ന പ്ലസ്, ഡിവിഷന് പ്ലസ്. പിന്നെ 6 മൈനസിന് എന്തോ അവർ കൊടുത്തേക്കുന്നതെന്ന് നോക്കണം. -= ഡിവിഷനാണ്, അപ്പോൾ ഇവിടെ ഡിവിഷൻ. 2 പിന്നെ ഇൻറ്റുവിന് എന്തോ അവർ പറഞ്ഞേക്കുന്നതെന്ന് നോക്കണം. ഇൻറ്റു = എന്തോ -10. അപ്പോൾ ആ സൈനെ എല്ലാം ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലി. ഇനി ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഫസ്റ്റ് വൺ ചെയ്യണം. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണേൽ ഇതുകൂടെ ചെയ്യാം കേട്ടോ, കാരണം ഇതുമായിട്ടൊരു ഡിപ്പെൻഡ് അല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 5 × 6 30 പ്ലസ് 6 ÷ 2 3 -10. 30 + 3 33 -10 23 എന്ന് ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് 2/3 പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഇക്വൽ ടു 5/6 ആയാൽ എക്സിൻ്റെ വില എന്തെന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടെത്താൻ ഈ 2/3 അങ്ങ് അപ്പുറത്തുണ്ടെങ്കിൽ കുറച്ചാൽ പോരെ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5/6 മൈനസ് 2/3. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5/6 മൈനസ് ഈ മെണ്ടയിലും താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ 6 കിടപ്പുണ്ട്, അപ്പോൾ ഇവിടെയും കൂടെ 6 വന്നാൽ ഛേദം 6 ആയാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ, അതുകൊണ്ട്. അപ്പോൾ ഈ 2 4, 3 2 6. അപ്പോൾ ഛേദം സെയിമായി. അങ്ങനെ ഒറ്റ ഛേദം എഴുതിയിട്ട് 5 - 4 1 1/6 എന്ന് ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട്, ഇവിടുന്ന് നേർരേഖയിൽ 5 മീറ്റർ അയാൾ കിഴക്കോട്ട് പോയി. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 12 മീറ്റർ അയാൾ വടക്കോട്ടും പോയി. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ മേപ്പോട്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം മീൻസ് ഇതാ ചോദ്യം. ഇതൊരു മട്ടത്രികോണം, അതിൻ്റെ ഒരു സൈഡാ ചോദ്യം. അത് കണ്ടെത്താൻ നമുക്ക് എളുപ്പമല്ലേ. √5ൻ്റെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 12ൻ്റെ സ്ക്വയർ എത്ര? 144. അപ്പോൾ √169. 169ൻ്റെ റൂട്ട് 13. അപ്പോൾ ഓപ്ഷൻ സി 13. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പുസ്തകങ്ങൾ ലൈബ്രറി. അപ്പോൾ പുസ്തകങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം?
പുസ്തകങ്ങൾ വായിക്കാനാണല്ലോ, വായിക്കാനാണ്. അതെവിടെ പോകണം? ലൈബ്രറി പോകണം. സിനിമ നമ്മൾ കാണാനാണ്. എവിടെ പോകണം? തിയേറ്ററിൽ പോകണം. ഓപ്ഷൻ ബി. ഓക്കെ. എയുടെ അമ്മയാണ് ബി. ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ, ഇയാളുടെ അമ്മയാണ് ബി. അമ്മയാണേ. അപ്പോൾ ഇതൊരു മെയിൽ കഥാപാത്രമായതുകൊണ്ട് ഞാനൊരു വട്ടം ഇട്ട് വെച്ച്. ഫീമെയിൽ കഥാപാത്രമായതുകൊണ്ട് ഒരു വട്ടം ഇട്ട് വെച്ച്. മെയിലാണേ ഞാനൊരു സ്ക്വയർ ഇട്ട് വെക്കും. എയുടെ അമ്മയാണ് ബി. ബിയുടെ അമ്മയാണ് സി. ബിയുടെ അമ്മയാണ് സി. അപ്പോൾ ബിയുടെ അമ്മയാണ് സി. സിയുടെ മകനാണ് ഡി. സിയുടെ മകനാണ് ഡി. ഡി. അപ്പോൾ ഇവർ രണ്ട് സഹോദരങ്ങളായി. സഹോദരങ്ങൾ. എങ്കിൽ എയുടെ ആരാണ് ഡി? എയുടെ ആരാ ഡി? എയുടെ അമ്മയാണല്ലോ ഇത്. അമ്മയുടെ അനിയൻ ഓർ ചേട്ടൻ, സഹോദരൻ. അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അങ്കിൾ വരും, മാമൻ, അമ്മാവൻ. ഓക്കെ, ഓപ്ഷൻ സി, അമ്മാവൻ വരും കേട്ടോ. എയുടെ അമ്മാവനാണല്ലോ അമ്മയുടെ സഹോദരൻ, അമ്മാവൻ. അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എന്ത്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് ആരുടെ വയസ്സാണ് കണ്ടെത്തേണ്ടത്? മനുവിൻ്റെ പ്രായം എന്താണെന്നാണ്. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എന്ത്? അപ്പോൾ മനുവിൻ്റെ പ്രായം 19 ആവാം, 9 ആവാം, 6 ആവാം, 10 ആവാം. ഏത് വേണേലും ആവാം. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ വിനു അപ്പുറത്ത് നിൽക്കട്ടെ. ചുമ്മാ നമ്മൾ തമാശയ്ക്ക് അങ്ങ് പറയുക. വിനു അപ്പുറത്ത് നിൽക്കട്ടെ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലായി. ഇയാളേക്കാൾ 10 വയസ്സ് കൂടുതലായി ഇയാൾക്ക്. ഇപ്പോൾ ഇയാളേക്കാൾ 10 വയസ്സ് കുറവല്ല ഇയാൾക്ക്. 19 നിന്ന് 10 കുറച്ചാൽ 9 ആയിരിക്കും. ഇതിൽ നിന്ന് 10 കുറയത്തില്ലല്ലോ. ഇതിൽ നിന്നും 10 കുറഞ്ഞാൽ 0 ആയി പോകത്തില്ലേ? 0 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ ഉത്തരം, ഓപ്ഷൻ എ തന്നെ. ഓക്കെ, ഇനി അടുത്ത 0 ആണെന്ന് അങ്ങ് വിചാരിച്ചോ. നമുക്ക് അത് വെച്ച് മുമ്പോട്ട് പോവാം. ഓക്കെ, അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. ഇനി അടുത്തത് അടുത്ത വർഷമാവുമ്പം മനു ഉണ്ട്, വിനു ഉണ്ട്. അടുത്ത വർഷമാവുമ്പോൾ ഇവർക്ക് ഓരോ വയസ്സ് കൂടും. ഈ 19 എന്നുള്ളത് 20 ആവും, 9 എന്നുള്ളത് 10 ആവും. ഇതൊക്കെ വെട്ടിപ്പോയി, കാരണം അടുത്ത വർഷം വിനു ഇല്ല. 10 വയസ്സ് കുറയണമല്ലോ. വിനു ജനിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇയാൾക്ക് 11 ആവും, ഇയാൾക്ക് 1 ആവും. എന്തോ ചോദ്യം? അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. 10ൻ്റെ ഇരട്ടി 20 ആവുന്ന ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇരട്ടിയാണോ ഇത്? അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ എ തന്നെ, 19. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ ക്വസ്റ്റ്യനുമായിട്ട് പുതിയ